ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ബഹുമാന്യരായ ഗുരുജനങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചതയം മുതൽ ചതയം വരെ എന്ന നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് സരസകവി കുണ്ടനി ഗോവിന്ദനാശാൻ. കുണ്ടനി ഗോവിന്ദനാശാൻ്റെ ജീവചരിത്രകാരനും ഗുരുദേവൻ്റെ മറ്റൊരു ഗൃഹസ്ഥ ശിഷ്യനുമായ KR ഭാസ്കരൻ ഗോവിന്ദനാശാനും ഗുരുദേവനും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റി പ്രതിപാദിച്ചത് ഇപ്രകാരമായിരുന്നു. തൻ്റെ സഹോദരി പുത്രനായ ശങ്കരാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിച്ച ശേഷം ഗോവിന്ദനാശാൻ ഇടയ്ക്കിടയ്ക്ക് ആലുവ അദ്വൈതാശ്രമത്തിലും ശിവഗിരിയിലും പോയി ശ്രീനാരായണ ഗുരുസ്വാമികളെ സന്ദർശിക്കുകയും അങ്ങനെ അദ്ദേഹം സ്വാമികളുടെ ഒരു ശിഷ്യനായി തീരുകയും ചെയ്തു. സ്വാമികൾക്ക് ഗോവിന്ദനാശാനെ വളരെ ഇഷ്ടമായിരുന്നു. ബോധാനന്ദ സ്വാമികൾ, ശിവലിംഗദാസ സ്വാമികൾ, നരസിംഹ സ്വാമികൾ മുതലായ ശിഷ്യന്മാർ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗുരുദേവാദർശോത്സകരായ ജനാവലിയാൽ ആ പരിസരം നിബിഡമായിരുന്നു. അന്ന് ചിന്നസ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ മഹാകവി കുമാരനാശാൻ ഭവനത്തിൻ്റെ പശ്ചിമഭാഗത്തും സമാഹതമായ ഭക്തിജനങ്ങളോടെ ഓരോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഈ വരികൾ ശ്രീനാരായണ ഗുരു ശതവാർഷിക സ്മാരക ഗ്രന്ഥത്തിലെ ഗുരുദേവ സ്മരണ എന്ന ലേഖനത്തിൽ നിന്നായിരുന്നു. ആ സമയത്ത് കുഞ്ഞയ്യപ്പൻ മാസ്റ്റർ സ്വാമി തൃപ്പാദങ്ങളോട് ഇങ്ങനെയൊരു അവിഷയ അഭ്യർത്ഥന നടത്തിയുണ്ടായി. അവിടുത്തെ കവിതയായ നാടിയിടുമീ വിഷയമോടി ദൃശ്യം നടനമാടിയിടുവാനരുതിനി ഇത്യാദിയായ നാരായണ കൃതമഞ്ജരി എന്ന 9 പദ്യത്തിൻ്റെ ശരിയായ അർത്ഥം ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തന്നാൽ വളരെ ഉപകാരമായിരുന്നു. കുഞ്ഞയ്യപ്പൻ മാസ്റ്ററുടെ അഭ്യർത്ഥന കേട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് സ്വാമികൾ ചോദിച്ചു, കുഞ്ഞയ്യപ്പന് ഇതിൻ്റെ ശരിയായ അർത്ഥം അറിയുവാൻ താല്പര്യമുണ്ടോ എന്ന്. അപ്പോൾ കുഞ്ഞയ്യപ്പൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് കേൾക്കാൻ വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോൾ ഗുരുദേവൻ കുമാരനാശാനെ വിളിച്ചിട്ട് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കുമാരനാശാൻ വന്നിട്ട് നാരായണ കൃതമഞ്ജരി നവമഞ്ജരി എന്ന കൃതിയുടെ അർത്ഥം വിശദീകരിച്ചു കൊടുക്കുകയും അതിനുശേഷം ഗുരുദേവൻ കുഞ്ഞയ്യപ്പൻ മാസ്റ്ററോട് ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാം തന്നെ മനസ്സിലായോ ഇല്ലയോ എന്ന്. അപ്പോൾ പറഞ്ഞു, മനസ്സിലായി. ഇത് നിങ്ങൾ നാളേക്ക് മറക്കുമോ? അപ്പോൾ കുഞ്ഞയ്യപ്പനും ഗോവിന്ദനും മറ്റും പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ വിവേകശൂന്യന്മാരല്ലേ, മനക്കരുത്തുണ്ടോ സ്വാമി? അപ്പോഴാണ് ഗുരുദേവൻ്റെ മഹത്തായ ഒരു വചനം പറഞ്ഞത്, നിങ്ങൾ വിവേകശൂന്യന്മാരാണോ? അത് കഷ്ടം തന്നെ. വിവേകം താനേ തന്നെ വരുമോ? ഇല്ല. യത്നിക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കണം. ദേഹമനഃശുദ്ധികൾ വെടിയണം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. മതമത്സരങ്ങൾ വെടിയണം. സത്യധർമ്മങ്ങൾ വെടിയരുത്. എന്നാൽ വിവേകവും സുഖവും ഉണ്ടാകും. അതായത് നാം എല്ലാം എപ്പോഴും വായനയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നൊരു വാചകമാണ് ഗുരുദേവൻ്റെ, വിവേകം താനേ തന്നെ വരുമോ? വരില്ല. യത്നിക്കണം. ഈ വാചകം ഗുരുദേവൻ പറഞ്ഞത് കുഞ്ഞയ്യപ്പനോടും ഇപ്പോൾ സരസകവി കുണ്ടനി ഗോവിന്ദനാശാനോടും കൂടിയായിരുന്നു. അവർ ഈ വാക്കുകൾ കേട്ട് സ്വാമികളുടെ തൃപ്പാദങ്ങൾ നമസ്കരിച്ചു. 1990 അതായത് 1915 ബോധാനന്ദ സ്വാമികളുടെ പരിശ്രമ ഫലമായി കൊച്ചി രാജ്യത്തിലെ ഉയർന്നിലുള്ള സമുദായങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കൊച്ചി ഈഴവ സമാജം എന്ന ഒരു സംഘടന രൂപീകരിച്ചു. തൃശ്ശൂരിൽ വെച്ച് സംഘടനയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മിതവാദി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന സി കൃഷ്ണനാണ്. കൊച്ചിയിലെ സമുദായ ചരിത്രത്തിലെ നവോത്ഥാന കാലഘട്ടത്തിൻ്റെ തുടക്കം കുറിച്ച ഒരു മഹാസംഭവമായിരുന്നു അത്. ആ സമാജമാണ് പിൽക്കാലത്തെ കൊച്ചി തീയ മഹാജനസഭ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് അത് കൊച്ചി SNDP ആയി മാറുകയും ചെയ്തു.
കൊച്ചി ഈഴവ സമുദായത്തിൻ്റെ രക്ഷാധികാരിയും സ്ഥിരാധ്യക്ഷനും ബോധാനന്ദ സ്വാമികളായിരുന്നെങ്കിലും സ്വാമികളോടൊപ്പം എപ്പോഴും നമ്മളുടെ ഗോവിന്ദനാശാൻ ഉണ്ടായിരുന്നു. 1922 ഗോവിന്ദനാശാൻ മുൻകൈയെടുത്ത് വിജയപ്രബോധിനി എന്നൊരു സഭ സ്ഥാപിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ അല്ലെങ്കിൽ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവിൻ എന്ന ഗുരുവിൻ്റെ ആ ഒരു വചനം എല്ലാം കൊണ്ടും സ്വാധീനം ചെലുത്തിയത് നമ്മുടെ ഗോവിന്ദനാശാനെ ആയിരുന്നു. 1952 ആശാൻ സ്ഥാപിച്ച പ്രാഥമിക വിദ്യാലയമാണ് ശ്രീനാരായണ വിലാസം പ്രൈമറി സ്കൂൾ. പള്ളത്തേരിൽ പാറൻകുട്ടി, കുണ്ടനി കുഞ്ഞിറ്റി വൈദ്യർ, വള്ളത്തേരിൽ ശങ്കരൻ എന്നിവരുടെ പിന്തുണയോടുകൂടി ആരംഭിച്ച ആ വിദ്യാലയത്തിൻ്റെ മാനേജരായി ദീർഘകാലം സേവനം അനുഷ്ഠിച്ചതും ഗോവിന്ദനാശാനാണ്. ഒരു മഹാകവി എന്ന നിലയിലും ഗോവിന്ദനാശാൻ പ്രശസ്തനായിരുന്നു. പ്രതിഭാവിലാസം കൊണ്ടും വാഗ്വിലാസം കൊണ്ടും അനുഗ്രഹീതനായിരുന്ന ആശാൻ സംസ്കൃതത്തിലും മലയാളത്തിലും അഗാധ പാണ്ഡിത്യം നേടിയിരുന്നു. സ്വന്തമായി 26 കൃതികൾ രചിച്ചിട്ടുണ്ട്. ആ 26 കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാതൃപ്രഭാവം എന്ന കവിത അമ്മയുടെ മഹത്വത്തെപ്പറ്റിയും പെരുമയെപ്പറ്റിയും പ്രതിപാദിക്കുന്ന ഒരു മനോഹര കാവ്യമായിരുന്നു. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മറ്റത്തൂർ വില്ലേജിൽ കുറിമാലിപ്പുഴയുടെ തൊട്ടടുത്തായി നന്ദിപുരത്ത് കുണ്ടനി എന്ന പ്രസിദ്ധവും ധനസമൃദ്ധവുമായ ഒരു പുരാതന തറവാട്ടിലാണ് ഗോവിന്ദനാശാന്റെ ജനനം. കൊച്ചി രാജകുടുംബത്തിൽ തണ്ടാഴ്മ സ്ഥാനം ലഭിച്ച ഒരു കുടുംബമായിരുന്നു അത്. ഈ കുടുംബത്തിൽ 1952 ധനുമാസം 14 ആശാൻ ജനിച്ചത്. ഉത്രാടമായിരുന്നു നക്ഷത്രം. ഗോവിന്ദനാശാൻ കുടുംബകാര്യങ്ങളിൽ തീരെ അശ്രദ്ധനായിരുന്നു. സാഹിത്യജന്യനും സാമൂഹിക കാര്യങ്ങളും സദാ ബദ്ധശ്രദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധക്കുറവ് മൂലം കുടുംബാംഗങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ തലവൂക്കുകയും ഒടുവിൽ തറവാട് ഭാഗം വെച്ച് പിരിഞ്ഞു പോവുകയും ചെയ്തു. ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന ഗോവിന്ദനാശാൻ 88 വർഷത്തിലധിക കാലം ജീവിച്ചിരുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനായ KR ഭാസ്കരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഇത്രയും പറഞ്ഞുകൊണ്ട് നാം ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.